ജീറ്റ് കുനേദോ ലോകകപ്പിൽ ദേശീയ ടീമിന് വേണ്ടി കേരളത്തിൽ നിന്നും മത്സരിച്ചവർക്ക് മെഡൽ നേട്ടം. ലോകകപ്പിൽ ആകെ ലഭിച്ച 18 മെഡലിൽ 5 കേരളത്തിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് നേടിയത്. ഇതിൽ 4 മെഡലുകളും സ്വന്തമാക്കിയത് അടിമാലി സ്വദേശികളാണ്. തായ്ലാന്റിലെ ഫുക്കറ്റിൽ വെച്ചായിരുന്നു ഇത്തവണത്തെ ജീറ്റ് കുനേദോ ലോകകപ്പ് നടന്നത്. 51 പേരായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. ആകെ ലോകകപ്പിൽ ഇന്ത്യൻ ടീം 18 മെഡലുകൾ നേടി. ഇതിൽ 5 മെഡലുകളും കേരളത്തിൽ നിന്നുള്ള മത്സരാർത്ഥികളായിരുന്നു കരസ്ഥമാക്കിയത്. 5-ൽ 4 പേരും അടിമാലി സ്വദേശികളാണെന്ന് മാസ്റ്റേഴ്സ് ഫൈറ്റിംഗ് വിഭാഗത്തിൽ ചാമ്പ്യനായ ഇന്ത്യൻ ടീം മാനേജർ കൂടിയായിരുന്ന രാജൻ ജേക്കബ് അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തായ്ലൻഡിലെ ഫുക്കറ്റിൽ നടന്ന 6ാമത് വേൾഡ് മാർഷൽ ഗെയിംസിൽ ഇന്ത്യയിൽ നിന്ന് 52 പ്ലേയേഴ്സും ഉൾപ്പെടെ കോച്ചസും പ്ലേയേഴ്സും ഉൾപ്പെടെയാണ് ഉള്ളത്. അതിൽ കേരളത്തിൽ നിന്ന് 5 കുട്ടികൾ പങ്കെടുത്തായിരുന്നു. അതിൽ ഇന്ത്യക്ക് കേരളത്തിന് 5 മെഡൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 3 സ്വർണവും 2 വെള്ളിയും കേരളത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എബിൻ ഡേവിഡ്, രാജൻ ജേക്കബ്, മാനസി എന്നിവർ ഗോൾഡ് മെഡലും, ഗോവിന്ദ് ഹരിദാസ്, പ്രണവ് മിജു എന്നിവർ വെള്ളി മെഡലും നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് 18 മെഡൽ നേടിയതിൽ 5 മെഡൽ കേരളത്തിൽ നിന്നാണ്. ഏറ്റവും നല്ലൊരു നേട്ടമാണ് ഇന്ത്യക്ക് കഴിയാൻ കഴിഞ്ഞത്. സബ് ജൂനിയർ വിഭാഗത്തിൽ ഗോവിന്ദ് ഹരിദാസ്, പ്രണവ് മിജു, സീനിയർ വിഭാഗത്തിൽ എബിൻ ഡേവിഡ്, ജൂനിയർ വിഭാഗത്തിൽ കോട്ടയത്തു നിന്നുള്ള മാനസി എന്നിവർ മത്സരിച്ചിരുന്നു. ഇതിൽ ജൂനിയർ വിഭാഗത്തിൽ മാനസി എം.എ, സീനിയർ വിഭാഗത്തിൽ എബിൻ ബി ഡേവിഡ് എന്നിവർ സ്വർണ്ണ മെഡൽ നേടി. സബ് ജൂനിയർ വിഭാഗത്തിൽ പ്രണവ് മിജു, ഗോവിന്ദ് ഹരിദാസ് എന്നിവർക്ക് വെള്ളി മെഡലും സ്വന്തമാക്കി. 6ാമത് ലോകകപ്പ് മത്സരമാണ് ഇത്തവണ ഫുക്കറ്റിൽ നടന്നത്. മത്സരങ്ങളിൽ രാജൻ ജേക്കബ് ചീഫ് ജഡ്ജായും എബിൻ ബി ഡേവിഡ് ജഡ്ജായും പ്രവർത്തിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.